ആകാശേ, നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സമയം. താൻ എന്നെ ഇങ്ങനെ പോസ്റ്റ് ആക്കാനാണ് ഇന്ന് കാണാന്ന് പറഞ്ഞത്. പക്ഷെ താൻ ചാറ്റ് ചെയ്യുമ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എക്സ്ക്യൂസ് മീ ചേട്ടാ. സർ ഓർഡർ പ്ലീസ്. എനിക്കൊരു കോൾഡ് കോഫി. നിനക്കോ? എനിക്കൊരു കോൾഡ് കോഫി. നിനക്ക് കോൾഡ് കോഫി ഇഷ്ടാണോ? ആ, എനിക്ക് കോൾഡ് കോഫി പണ്ടേ ഇഷ്ടാ. സമയത്ത് ഓ കിച്ചേട്ടനാ. ഹലോ ഹലോ, ആ കിച്ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. ആ ഓക്കെ ഓക്കെ, ഞാൻ സെറ്റാക്കാം. ആരാ? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കിച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഞാനും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ സമയമൊക്കെ പോകും വെറുതെ. എവിടെയാ? എന്തായി ആലോചിക്കുന്നേ? എന്തേലും ഇഷ്യൂ ഉണ്ടോ? അറിയോ? ഓക്കെ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ. നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് നടന്നാലോ? ഞാനങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ഓ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഇവിടെ ആണല്ലോ, ഇപ്പൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പോയേക്കാം. അത് വേണ്ട, വരണ്ട. എവിടെ പോയി? കാണുന്നില്ലല്ലോ. പോയാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ കണ്ട, ഇവിടെ താഴെ ബില്ല് ചെയ്തേ. അതെന്താ ഞാൻ ചെയ്താ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചേട്ടാ, ഒരു മാങ്ങ. ഈ മാങ്ങ മതി, ചെറിയ കഷ്ണം മതി. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതന്നെ എടുത്തിട്ട് പാണ്ടി. ഇതൊക്കെ വിൽക്കാൻ വെച്ചാണോ? പറയാ. ഓ ഗൈസ്, ഇത് വളരെ ക്രിസ്പി ആൻഡ് സ്പൈസി ആണ്. ഇതിവിടെ മാത്രം കിട്ടുന്ന സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരുന്നുണ്ട്, ഇത് മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് ട്രൈ. ഇതുണ്ടാക്കുന്ന വീഡിയോ എൻ്റെ മാത്രം ചാനലുണ്ട്. അപ്പോൾ വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽബട്ടൺ അടിക്കുക. ലെറ്റ്സ് ഗോ വാച്ച് ഇറ്റ് ഗൈസ്. അപ്പോൾ പോവാ. ചേട്ടാ, എന്നെ അറിയില്ലേ? ഞാൻ പോപ്പിത്ത് പൊട്ടി. എനിക്കറിയില്ല. പൈസ തന്നിട്ട് പോയാൽ മതി. പൈസ ബാക്കി അത് പോട്ടെ. തന്റെ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ടോ, ഫ്രണ്ട്സ് ഉള്ളത് തന്നെ വലിയൊരു കാര്യം. അല്ലെങ്കിൽ പെട്ടുപോയാണ്. ഈ അസൈൻമെന്റ്സ്, സെമിനാർ, പ്രൊജക്ട്, ലാബ്, എക്സാംസ്, ഹോ സീനാണ്. താൻ പറഞ്ഞാൽ ശരിയാടോ, ഇവിടെ പൊളി വൈബാണ്. ഇതുപോലെ നമ്മൾ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് തന്നോട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. പലപ്പോഴും പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ എന്തോ അലിയ ഇങ്ങോട്ട് വന്നേ. സാധനം ഇതാ കണ്ടോ, വിവാദാടാ. ഓ, നീ വലിയ ആള്. ദിയാ 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 എന്റെ മോനെ, പൊളി അടിപൊളി സാധനം കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ കിട്ടണോ? മോനെ മോനെ സുന്ദരി
കടലല്ലേ? എന്താ ഭംഗിയല്ലേ? ഇത് പണിയാളെ കൊച്ചു നനഞ്ഞോ? ചേട്ടൻ തുടച്ചേരാ. എന്താണ് നിന്റെയൊക്കെ പ്രശ്നം? ഞങ്ങളെ പോലത്തെ പിള്ളേരെ കാണുമ്പോൾ ചൊറിയുന്നുണ്ടാ? അയ്യോ ചേട്ടാ, ചൂടാവില്ലേ, നിങ്ങൾ പേടിച്ചു പോകും. എന്താടാ ചൊറിയുന്നുണ്ടാ? ചൊറിയുന്നുണ്ടാ? അവളോട് മാറ്റിത്തരാം. അങ്ങനെ പോലെ കുറച്ചേരം കൂടി ഇരുന്നിട്ട് പോവാം. പെണ്ണിന്റെ മുമ്പ് ഷോർക്കല്ലേ? അടിയും കൊണ്ട് നീ പോവും. ഇങ്ങോട്ട് വരാതിരിക്കല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആകാശ് ഇതാ. ഓ ഇതും അങ്ങനെയാണോ പോയെ? എന്താ ഐസ്ക്രീം ഇഷ്ടല്ലേ? ഒന്നുമില്ല, ഐസ്ക്രീം അടിപൊളി. ഇതെന്റെ ഫേവറേറ്റ് ഫ്ലേവറാ. ഇനിയിപ്പോ ഞാനൊന്നുണ്ട്. എന്താ ഇഷ്ടായില്ലേ? അത് പിന്നെ മാംഗോ ബാർ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? അല്ല ചോക്കോബാറില്ലേനു? അറിയില്ല, വേണോ? വേണ്ട, ഇനിയിപ്പോ എന്തിനാ? പൊന്മാല ചേട്ടാ ഒരു ഹായ് പറയോ? ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന്? നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. റെഡി 1 2 3. നമുക്കിനി ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇതെന്ന് വെച്ചാൽ പണ്ട് പുരാതന കാലത്ത് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കൊല്ലെന്നെല്ലാം പറയുമ്പോ 700 ഇതുണ്ടാക്കിയ വെച്ചാൽ ആലുവക്കാരനായ തോമസ് അലിസാൻ ഉണ്ടാക്കിയോ. ഞാൻ അതിനോടൊരു കാര്യം ചെയ്യട്ടാ. എന്റെ പൊന്നോ, ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട, നീ ചോദിച്ചോ. എടാ, നീ നേരത്തെ കൂൾ ബാറിന് എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? എന്നെ പറ്റിയാണോ? എന്ത്? എന്നോട് പറയാൻ പറ്റുന്നാണോ? എന്റെ ആകാശേ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് പറഞ്ഞു. അത് നീ വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യത്തോടെ പറഞ്ഞു. ധൈര്യക്കുറവാ എനക്കാ? നിനക്ക് എന്നെ പറ്റി എന്താ അറിയാ? ഗ്രൗണ്ടിന്റെ സൈഡ് കോളേജിലെ സീനിയേഴ്സ് ഞങ്ങളായിട്ടൊന്ന് കോർത്ത് അന്നേരം പൊടിപാറി അടി നീ കണ്ടിനാ? അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ ഹലോ. ആ അമ്മേ, അതാ ഞാൻ അച്ഛനാ. ആ അമ്മ, ഞാൻ വേഗം വരും. ആ ഓക്കെ അമ്മ. ആ എന്നാ ഇത്ര ചിരിക്കേ? ഏയ്, ധൈര്യവാനായ ആകാശനെ ഞാൻ സങ്കല്പിച്ചതാ. എന്റെ ധൈര്യത്തിന് യാതൊരു കുറവുമില്ല, എനിക്ക് പറയാൻ മടിയുമില്ല. എന്നാ അത്ര ധൈര്യമുള്ള ആള് പറയാമെന്ന കാര്യം എന്താന്ന് പറ, എന്നിട്ട് ബാക്കി. അതിപ്പോ അത് എടോ തനിക്ക് ചെവി കേട്ടോട്, താൻ എന്ത് പണിയാ കാണിച്ചേ? എന്താ മോളെ, വല്ലതും കളഞ്ഞു പോയോ? അയ്യോടാ, സോറി കേട്ടോ. കുട്ടിയുടെ ഐസാണോ? അറിയാതെ എടുത്തതാ. ചേട്ടാ വേണ്ട, ഒരു പ്രശ്നമാക്കില്ലാട്ടെ. ചേട്ടാ ഒരു പ്രശ്നമാക്കില്ല. ഇതാണോ?